മിനിമം 10ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരിൽ നിന്ന് 1530 കൂടുതൽ ഒഴിവുകളുമായിട്ട് പുതിയൊരു അപേക്ഷ കൂടി ക്ഷണിച്ചിരിക്കുകയാണ്. അപേക്ഷ തുടങ്ങിയിരിക്കുകയാണ്. അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് നോക്കാം. മിനിമം 10ാം ക്ലാസ് മാത്രമാണ് ഇതിൻ്റെ യോഗ്യത. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് 1500 കൂടുതൽ ഒഴിവുകൾ ഇതിലുണ്ട്. 1530 കൂടുതൽ ഒഴിവുകൾ ഇതിൽ വരുന്നുണ്ട്. അതുകൂടാതെ 194ഓളം പോസ്റ്റുകൾ ഇതിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് കൃത്യമായിട്ട് ഓരോരോ കാര്യങ്ങളും ചെക്ക് ചെയ്യാവുന്നതാണ്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 8/6/2026 ഇതിൻ്റെ അപേക്ഷ തുടങ്ങിയിരിക്കുകയാണ്. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 28/6/2026 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും. സോ ഈ മാസം ഏകദേശം 28ാം തീയതി വരെ മാത്രമാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുക എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ തന്നെ ഇവിടെ വിളിച്ച നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. കമ്പൈൻഡ് മെട്രിക് ലെവൽ എക്സാമിനേഷൻ 2026 ആണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് എന്ന് പ്രത്യേകം ഓർത്തിരിക്കുക. പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. ഗ്രൂപ്പ് സി പോസ്റ്റിൽ നോൺ മിനിസ്റ്റീരിയൽ പോസ്റ്റിലേക്കുള്ള അപേക്ഷയാണ് ഇവിടെ വിളിച്ചത്. അപേക്ഷ തുടങ്ങിയിരിക്കുകയാണ്. ഇവിടെ ഓരോരോ പോസ്റ്റിൻ്റെ നെയിം മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് കാണാൻ സാധിക്കും. ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡിലെ കാന്തി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രി ബോർഡിലേക്കാണ് അത് വിളിച്ചിട്ടുള്ളത്. അങ്ങനെ ഓരോ പോസ്റ്റും അതിൻ്റെ ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് അത് വിളിച്ചിട്ടുള്ളത് എന്നുള്ളതിൻ്റെ വിശദമായിട്ടുള്ള ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സർവേയർ പോസ്റ്റ് കണ്ടിട്ടുണ്ട്. മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് തന്നെ പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെൻറ്റിൽ വന്നത് കാണാൻ സാധിക്കും. ഇവിടെ മസ്തൂർ വന്നത് കാണാൻ സാധിക്കുന്നതാണ്. ആനിമൽ ഹസ്ബൻഡറിയിൽ വന്നത് കാണാൻ സാധിക്കും. മസ്തൂർ കം അറ്റൻഡൻ്റ് ആണ്. അങ്ങനെ നിരവധി പോസ്റ്റുകൾ വന്നിട്ടുണ്ട്. ഇതിൽ നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും കൂടി വരുന്നുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക. സെക്യൂരിറ്റി ഇൻസ്പെക്ടർ പോസ്റ്റ് വന്നത് കാണാൻ സാധിക്കും. പിന്നെ ഫോറസ്റ്റ് ഗാർഡ് ഒരുപാട് പേര് നോക്കുന്ന ഒരു പോസ്റ്റുകളിലൊന്നാണ് ഫോറസ്റ്റ് ഗാർഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോറസ്റ്റ് ഗാർഡ് പോസ്റ്റ് വന്നത് കാണാൻ സാധിക്കും. അത്യാവശ്യം നല്ല വേക്കൻസി ഉണ്ട്. 110 വേക്കൻസി ഉണ്ട്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണ്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എൻവിറോൺമെൻറ്റ് ആൻഡ് ഫോറസ്റ്റിൻ്റെ കീഴിലാണ് അത് വന്നിട്ടുള്ളത്. അങ്ങനെ സ്റ്റാഫ് കാർ ഡ്രൈവർ, അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള പോസ്റ്റ് എല്ലാത്തിനും അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യത മിനിമം 10ാം ക്ലാസ് ആണ് കേട്ടോ. 10ാം ക്ലാസ് ഉണ്ട്, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. കാരണം ഇത് കമ്പൈൻഡ് മെട്രിക് ലെവൽ എക്സാമിനേഷൻ ആണ്. 10ാം ക്ലാസ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എക്സാം ആണ്. പിന്നെ അതുപോലെ പോസ്റ്റിൻ്റെ കോഡ് ഈ സൈഡിലായിട്ട് കൊടുത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. എത്ര പോസ്റ്റ് ഉണ്ടെന്ന് പോസ്റ്റിൻ്റെ എണ്ണങ്ങൾ ഈ സൈഡിലായിട്ട് കൊടുത്തത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഫിഷറീസ് ഫീൽഡ് അസിസ്റ്റൻറ്റ് പോസ്റ്റ് വന്നത് കാണാൻ സാധിക്കുന്നതാണ്. അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്ന വിവിധങ്ങളായിട്ടുള്ള പോസ്റ്റുകൾ, ഓഫീസ് ജോബ് ആണെങ്കിലും അതുപോലെ തന്നെ മറ്റ് യൂണിഫോം ജോബ് ആണെങ്കിലും അങ്ങനെ വിവിധങ്ങളായിട്ടുള്ളത് ഇവിടെ വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഫോറസ്റ്റ് ഗാർഡ് ഉൾപ്പെടെയുള്ള പോസ്റ്റുകളാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ നിരവധി പോസ്റ്റുകൾ ഇവിടെ വന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. വിവിധങ്ങളായിട്ടുള്ള നിങ്ങൾ ആഗ്രഹിക്കുന്ന പോസ്റ്റുകൾ ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം ആകെ വന്നിട്ടുള്ള പോസ്റ്റുകൾ 194 വ്യത്യസ്ത പോസ്റ്റുകളിലേക്ക് ആകെ വന്നിട്ടുള്ള ഒഴിവുകൾ എന്ന് പറയുന്നത് 1535 ഒഴിവുകൾ നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആപ്ലിക്കേഷൻ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. ഓൺലൈനായിട്ടാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത്. അപേക്ഷിക്കേണ്ട മെത്തേഡ് എന്ന് പറയുന്നത് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇതിൻ്റെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപേക്ഷിക്കേണ്ടത്. അപ്പോൾ 28/6/2026 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു വെബ്സൈറ്റിലൂടെയാണ്. കൃത്യമായിട്ട് ഞാൻ എന്ത് ചെയ്യാം, അതിലേക്ക് ഗൈഡ് ചെയ്യാം. അതിന് മുമ്പ് നമുക്കിതിൻ്റെ ഫീസൊക്കെ ഉണ്ട്, അപേക്ഷാ ഫീസ്, ബാക്കി തുടങ്ങിയ കാര്യങ്ങളിലേക്കും കൂടി കടക്കണം. ഏജിൻ്റെ കാര്യത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ അപേക്ഷിക്കാനായിട്ട് മെയിൽ ആൻഡ് ഫീമെയിൽസിന് 18 to 30 വയസ്സാണ് പറയുന്നത്. ചില പോസ്റ്റുകളിൽ 18 to 33 വയസ്സ് വരെ പറയുന്നുണ്ട്. എങ്കിൽ ഫീമെയിൽസിനാകുമ്പോൾ ചില പോസ്റ്റുകൾ നമുക്ക് കാണാൻ സാധിക്കും 38 വയസ്സ് വരെയൊക്കെ ഏജ് പറയുന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിൻ്റെ പുറമെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ST വിഭാഗത്തിന് 5 വർഷത്തെ ഇളവ് നൽകുന്നുണ്ട്. OBC വിഭാഗത്തിന് 3 വർഷത്തെ ഇളവ് നൽകുന്നുണ്ട്. ആ ഒരു കാര്യം കൂടി നമ്മുടെ ശ്രദ്ധയിൽ വെക്കേണ്ടതാണ് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. ആപ്ലിക്കേഷൻ ഫീസിലേക്ക് കിടക്കുകയാണെങ്കിൽ 100 രൂപയാണ് അപേക്ഷാ ഫീസ്. അതെല്ലാവരും അടക്കേണ്ട. പെൺകുട്ടികൾ ആരും തന്നെ ഫീസ് അടക്കേണ്ട. ST വിഭാഗത്തിൽപ്പെടുന്ന ആരും ഫീസ് അടക്കേണ്ട. ബാക്കിയുള്ള വിഭാഗത്തിൽപ്പെടുന്ന ആൺകുട്ടികളാണ് ഫീസ് അടക്കേണ്ടത്. ഇത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സിലബസ് ആണ്. ഇതിൻ്റെ സിലബസ് ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ഏകദേശം ഇതിൻ്റെ ബേസിലാണ് വന്നിട്ടുള്ളത്. SSCൻ്റെ ഒരു മോഡലിലുള്ള സിലബസ് ആണ് ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇതിന് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽ നിങ്ങൾക്ക് ആവശ്യമാണ്. എക്സാം എടുക്കുന്നതിൻ്റെ തൊട്ടടുത്തായിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസും കാര്യങ്ങളും എല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള കൃത്യമായിട്ടുള്ള പ്രോപ്പർ സ്റ്റഡി പ്ലാനും കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അപേക്ഷിക്കാൻ താല്പര്യമുള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ സംശയം വരെ ഇതിന് നമുക്ക് എവിടെയാണ് എക്സാം സെൻറ്റർ കിട്ടുക എന്നുള്ളൊരു സംശയമാണ്. സോ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ് എന്ന് പറയുന്നത് ഈ ഒരു സൈഡിലായിട്ട് ഇന്ത്യൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് വരുന്ന ഒരു ഐലൻഡ് സമൂഹം, ദ്വീപ് സമൂഹമാണ്. അവിടെയാണ് വരുന്നത്. സോ ഇവിടുന്ന് ഇന്ത്യയിൽ നിന്ന് ഒരുപാട് അപേക്ഷകർ വരികയാണ്. എസ്പെഷ്യലി നമ്മുടെ കേരളത്തിൽ നിന്നൊക്കെ ഒരുപാട് അപേക്ഷകർ വരികയാണ്. നമ്മുടെ ഈ പെനിൻസുലാർ ഇന്ത്യയിൽ എവിടെയും ഒരു സെൻറ്റർ കിട്ടാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കുന്നില്ല. ഉറപ്പ് പറയുന്നില്ല. ഇപ്പം മുതലാണ് നമുക്ക് അറിയാൻ സാധിക്കും. മുമ്പ് എക്സാം ഇല്ലാതെ ഫിസിക്കലിൻ്റെ ബേസിൽ മാത്രം ഒരു നോട്ടിഫിക്കേഷൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു, ആൻഡമാൻ നിക്കോബാറിലേക്ക്. അപ്പോൾ അവിടെ മുതലാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ഇങ്ങനെ തുരുതുരാന്ന് പറഞ്ഞ് ഒരു മഴ പെയ്യുന്നത് പോലെ
പുറകെ വരാനായിട്ട് തുടങ്ങിയത്. ഈയിടെയാണ് നമ്മൾ മറ്റൊന്ന് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഇതിൻ്റെ +2 ലെവലിൽ ഒരുപാട് പോസ്റ്റുകൾ വരുന്നുണ്ടെന്ന്. അതിലും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റും എല്ലാം ഉണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് മുമ്പോട്ടേക്ക് ഇതിൻ്റെ അപ്ഡേറ്റുകൾ പ്രോപ്പറായിട്ട് കളക്ട് ചെയ്തുകൊണ്ട് എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് കളക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ബാക്കിയുള്ള എടുക്കേണ്ടി വരും. അറിഞ്ഞത് ബേസിൽ തീർച്ചയായിട്ടും അപേക്ഷകർ ഒരുപാട് കൂടുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു പെനിൻസുല ഇന്ത്യൻ്റെ ഭാഗത്തുനിന്നും ഈ ഒരു ഭാഗത്തുനിന്ന് എവിടെയെങ്കിലും നമുക്കൊരു സെൻറ്റർ കിട്ടാതിരിക്കില്ല എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. ബാക്കിയുള്ള അപ്ഡേറ്റ് ഇതുപോലെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപേക്ഷിക്കാനുള്ള ലിങ്ക് തായുണ്ട്, പിന്നെ അതുപോലെ നോട്ടിഫിക്കേഷൻ ഈ ലിങ്ക് തായുണ്ട്, ഇതിൻ്റെ ഡീറ്റെയിൽസ് ഉള്ള ലിങ്ക് തായുണ്ട്. പിന്നെ നിങ്ങൾക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽ ലഭിക്കുന്ന വാട്സപ്പിൻ്റെ ലിങ്കും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് താഴെ ചുവടെ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും. അതിലൂടെ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും അപ്ലൈ ചെയ്യാനും ബാക്കിയുള്ള ഹെൽപ്ഫുൾ ആയിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും കാര്യങ്ങളും എല്ലാം അവിടെ നിന്ന് നോക്കാനും സാധിക്കുന്നതാണ്. പർച്ചേസ് ചെയ്യാൻ എല്ലാത്തിനും സാധിക്കുന്നതാണ്. കൂടുതൽ അപ്ഡേറ്റിനായിട്ട് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്താൽ മാത്രം മതി. എല്ലാ അപ്ഡേറ്റും കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും.